ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ ടു മൈ റിവ്യൂ ചാനൽ. നമ്മളിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ മാർക്കോ. ഹനീഫ് അദീനി തിരക്കഥാ സംവിധാനം, ഉണ്ണി മുകുന്ദൻ നായകൻ. മീക്കായൽ എന്ന് പറഞ്ഞ നിവിൻ പോളി ചിത്രത്തിൻ്റെ പ്രീക്വലായിട്ടാണ് ഈ സിനിമ വരുന്നത്. നിവിൻ പോളിയുടെ ഒപ്പോണൻ്റായിട്ട് എന്ന വില്ലൻ കഥാപാത്രം ചെയ്ത ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ ജൂനിയർ എന്ന കഥാപാത്രത്തെ ഒരു സ്റ്റാൻഡ് ലോൺ ഫിലിമായിട്ട് ഹനീഫ് അദീനി സംപ്രേഷണം ചെയ്തിരിക്കുകയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട് ആൻഡ് ഔട്ട് വയലൻസ്. മലയാള സിനിമയിൽ ഇത്രയധികം വയലൻസ് കാണിച്ച ഒരു സ്റ്റൈലിഷ് മൂവി ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മാർക്കോൻ്റെ ഏറ്റവും വലിയ ഹൈപ്പ് അത് തന്നെയായിരുന്നു. ഒരു ഡാർക്ക് ജോണറിൽ പെടുന്ന ഒരു വയലൻസും. ഇതിനൊരു A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. സാധാരണ വരുന്ന മിക്ക A സർട്ടിഫിക്കറ്റിലും അഡൽട്സ് കണ്ടന്റ് ആയിട്ട് കൂടുതലും വരുന്നത് ചിലപ്പോൾ ഒരു ന്യൂഡിറ്റി സീനായിരിക്കും, സെക്ഷുവാലിറ്റി സീനായിരിക്കും. പക്ഷേ ഇതിന് A സർട്ടിഫിക്കറ്റ് കിട്ടാൻ കാരണം ഇതിൻ്റെ വയലൻസ് ആണ്. നമുക്ക് ചില സീൻസൊന്നും കണ്ണെടുത്ത് ഇങ്ങനെ എന്താ പറയുക, ഫുള്ള് കണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. ചില സീൻസൊക്കെ നമുക്ക് വല്ലാതെ എന്താ പറയുക, അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. ആ ലെവലിലുള്ള ഒരു വയലൻസ് തന്നെയുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. അത് എല്ലാവരും ഈ സിനിമ കണ്ട്, ഇപ്പോൾ സദാചാരക്കാർ അല്ലെങ്കിൽ ഒരു നന്മ മരങ്ങളൊക്കെ പോരുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പടത്തിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എത്രയും മുന്നേ ഇറങ്ങി ഓടും. ആ ലെവൽ വയലൻസ് ഉണ്ട് പടത്തിൽ. പക്ഷേ ഒരു ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്നവർക്ക്, ആക്ഷൻ ത്രില്ലർ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക്, ഒരു സ്റ്റൈലിഷ് മൂവി എടുക്കുന്നവർക്ക് ഒരു എന്തായാലും മോർ ദാൻ ഒരു വൺ ടൈം വാച്ചബിൾ ഈ സിനിമയുണ്ട്. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകൻ, ഒരു സാധാരണ ഓഡിയൻ ലൈക്ക് മീ, എനിക്കൊരു ആവറേജ് അനുഭവമാണ് ഉണ്ടായത്. ഒരു വാവ് മൂമെൻറ്റ്സ് ഇതിൽ കുറേ ഉണ്ടെങ്കിലും കുറേ സ്ഥലത്ത് ഇതിൻ്റെ നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ എത്തുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മുടെ പ്രതീക്ഷയൊക്കെ തട്ടിമറിച്ചുകൊണ്ടൊരു വേറൊരു ലൈനിലായിരിക്കും ഈ സിനിമ കൊണ്ട്. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റോറി ടെല്ലിങ് ഡയറക്ഷൻ പാത്തും ഇതിലുണ്ട്. അതൊക്കെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ അമേസ് ചെയ്തിരിക്കുമ്പോഴും ഇതിൻ്റെ ചില സ്ഥലത്ത് വരുന്ന ഡയലോഗ്സും ചില സീക്വൻസും നായകനെ വെള്ളപൂശാൻ നിൽക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കൊരു കല്ലേടിയായിട്ട് പിന്നെ താഴത്തോട്ട് വലിക്കും. എന്നാലൊരു വൺ ടൈം വാച്ചബിൾ, ഒരു സാധാരണ പ്രേക്ഷകന് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. ഐ എം റിപ്പീറ്റിംഗ് ദാറ്റ് ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ റിഗാർഡിങ് ദിസ് മൂവി. That this movie is not an everyone's cup of tea. സംവിധാനത്തേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്റ്റോറിയാണ്. അതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് രീതിയൊക്കെയാണ് നല്ല രസമുണ്ടായിരുന്നു. ഡയറക്ഷൻ ഡിഫറെൻ്റ് അപ്രോച്ചിൽ ഇങ്ങനെ എടുക്കാനുള്ളൊരു ഹാറ്റ്സ് ഓഫ്, അടിപൊളിയായിട്ടുണ്ട്. തേർഡ്, ഇതിൻ്റെ എടുത്തു പറയത്തക്ക ക്യാമറ ഒരു രക്ഷയില്ല. ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് കളർ സ്കീമിങ്ങും എൻറ്റയർലി ഡിഫറെൻറ്റ് കൊറിയോഗ്രാഫി ചെയ്ത ക്യാമറയായിരുന്നു. മിക്ക ഫൈറ്റ്സും ഗിംബൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒറ്റ ഷോട്ടിൽ വന്ന ഫൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒപ്പിയെടുത്ത ഒരു രക്ഷയില്ല. സിനിമാറ്റോഗ്രഫി ഒരു രക്ഷയില്ലാത്ത കാര്യങ്ങളും ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനെ എടുത്ത് പറഞ്ഞ എഡിറ്റിംഗ്, അടിപൊളി എഡിറ്റിംഗ് ആയിരുന്നു. പടത്തിൻ്റെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ബോറടിപ്പിക്കാണ്ട് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചടലമായിട്ട് ഇങ്ങനെ പോണതും ആ ഒരു എഡിറ്റിംഗ് പാറ്റേണെ കൊണ്ടുവന്നതും പ്രേക്ഷകന് ആ സിനിമയുടെ ആസ്വാദനം വളരെയധികം കൂട്ടുന്നു. കളർ സ്കീമിങ് അടിപൊളിയായിരുന്നു. BGM ചില സ്ഥലത്ത് ഇങ്ങനെ ഡൗൺ ആയിട്ട് നിൽക്കും, ചില സമയത്ത് അടിപൊളിയാണ്. BGM കുറച്ചുകൂടി നന്നാവുമെന്ന് തോന്നിയായിരുന്നു. അടിപൊളി സ്റ്റണ്ടാണ് എഴുതി ചെയ്തെടുത്തിരിക്കുന്നത്. സ്റ്റണ്ടൊക്കെ റിപ്പീറ്റഡ് നമ്മൾ മുമ്പ് വാച്ച് ചെയ്ത സിനിമകളിലെ സ്റ്റണ്ട്സൊക്കെ ഇതിൽ ഇച്ചിരിയൊക്കെ ഉണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുഖനൊക്കെ ഭയങ്കര എഫോർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് മാസ്റ്റർ ഭയങ്കരമായിട്ട് എഫോർട്ട് ഇട്ടിട്ടുണ്ട്. സ്റ്റണ്ട് മാൻ ഒക്കെ വളരെ ഇടികൊള്ളാൻ നിൽക്കുന്ന ആൾക്കാർ അതീവ ഗുരുതര പരിക്കുകൾ കിട്ടാവുന്ന കുറേ സിംഗിൾ ഷോട്ട് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലഡ് ഇങ്ങനെ ചെതറിത്തെറിക്കണേണ്. ഇതിൻ്റെ ആക്ടേഴ്സിനെ കുറിച്ച് എടുത്ത് പറയണമെങ്കിൽ ജൂനിയർ മാർക്കോയായിട്ട് അഭിനയിച്ച ഉണ്ണി മുകുന്ദൻ കയ്യടി അറിയുന്നു. ഉണ്ണി മുകുന്ദൻ്റെ ബാക്കിയുള്ള പടങ്ങളിലൊക്കെ അപേക്ഷിച്ച് ഇത് നോക്കിയാൽ ഒരു രക്ഷയില്ല. ഇത് ഒരു ഉണ്ണി മുകുന്ദൻ കംബാക്ക് ഫിലിം ആയിരിക്കും ഇത്. ആ ഒരു ലെവലിൽ അതിൻ്റെ ഒരു മാസും അതിൻ്റെ സ്റ്റൈലിഷും അതിൻ്റെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ടേഴ്സിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ ജഗദീഷ് കിഡിലൻ വില്ലനായിടുന്നത്. ജഗദീഷിനെ കുറച്ചുകൂടി യൂസ് ചെയ്യാൻ തോന്നിപ്പോയി. ഇതല്ലാണ്ട് കുറച്ച് വില്ലൻസൊക്കെ വേറെ മാറി വന്നിട്ടുണ്ട്. അവരൊക്കെ എക്സലൻ്റായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. എക്സെപ്റ്റ് ഒരാൾ, ഈ പടത്തിൻ്റെ നായിക അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പോരാന്ന് തോന്നിപ്പോയി. ബാക്കി എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വയലൻസ് ആക്ഷൻ സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. ചെറിയ ഡൗൺസൊക്കെ ഉണ്ട്, ചെറിയൊരു അരവസരമൊക്കെ ഉണ്ടെങ്കിൽ കൂടി ചില സീൻസിലൊക്കെ നമ്മളിങ്ങനെ അമ്പരന്ന് ഇങ്ങനെ നിൽക്കേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ആക്ഷൻ മരണമാസ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്, വയലൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഇത് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു അപ്രോച്ച്, ഹാറ്റ്സ് ഓഫ്. എൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. റിവ്യൂ ആയിട്ടുള്ള സജഷൻസ് കമൻ്റായിട്ടും പേഴ്സണൽ മെസ്സേജായിട്ടും എല്ലാവരും അറിയിക്കുക. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ റിവ്യൂ. പ്ലീസ് സപ്പോർട്ട് മീ ഫോർ മോർ വീഡിയോസ് ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ റിവ്യൂ. Until then, bye friends.